അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അഹിമോന് കൊടുക്കുന്ന പരിപാടിയാണ്. ചപ്പാത്തി ആയതുകൊണ്ട് ആള് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ചപ്പാത്തി എന്തോ ഇപ്പം തീരെ ഇഷ്ടമല്ല. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. അപ്പം ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന ഈ ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ പറയുന്ന പേര് സാമ്പാർ ചീര എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ഇലകളൊന്നും ഉപ്പേരി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ വെള്ളം ഉണ്ടാവുക. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഇതാണ് ഉപ്പേരി. കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി ഇട്ട് ഉണ്ടാക്കി. തേങ്ങ കൂടുതൽ ഇടുന്നവരാണ് കേട്ടോ. കൂടുതലിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ തേങ്ങ കുറച്ചതാണ്. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞാൻ പുറത്ത് പോയി വന്നപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് ടൗൺ വരെ പോകാനുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ അച്ഛൻ ഇവന് തന്നിരിക്കുന്ന, അതായത് അഹിമൂന് തന്നിരിക്കുന്ന ചെറിയൊരു പാക്കാണ് കേട്ടോ. അപ്പം അതിൽ ഹോർലിക്സ് ഉണ്ട്, സിഗരറ്റ് മിഠായി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ആൾക്ക് ഹാപ്പി ആയിട്ടോ. ഉറങ്ങിയിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വേഗം എണീറ്റു. അങ്ങനെ ആള് എണീറ്റിട്ട് ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതെന്നാ വേഗം ഹോർലിക്സ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അച്ഛൻ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഹോർലിക്സ്, അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ്, അങ്ങനത്തെ ഒക്കെ മേടിച്ചെടുക്കലാണ് അച്ഛൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ പിന്നെ അതുകൂടാതെ ഇവൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാത്തതൊക്കെ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഈ ലേസ് അങ്ങനത്തെ ഇതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. അതൊക്കെ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ കറിയാണല്ലോ. ഞാൻ നേരത്തെ ഉണ്ടാക്കും പോകാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നേരത്തെ ഉണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണ്ട കറി മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ ചൂടാക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരു പച്ചക്കറി വേണം. ചിക്കൻ ഇല്ലെങ്കിൽ ഒരു പച്ചക്കറി എന്തായാലും വേണം. അപ്പം പച്ചക്കറിക്ക് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പണിപ്പെട്ടു. അതായത് ഞാൻ വെള്ളരിയും ചക്കക്കുരുയാണ് വെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ചക്കക്കുരു പൊളിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് പണിപ്പെട്ടിട്ടാണ് കുറച്ച് ചക്കക്കുരു ഞാൻ പൊളിച്ചെടുത്തത്. അതായത് നമ്മൾ സാധാരണ വെള്ളരിയും പരിപ്പിട്ട് വെക്കുന്നതിന് പകരം പരിപ്പിന് പകരം ചക്കക്കുരു ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു പൊരിച്ചുമീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടി അങ്ങോട്ട് അടിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അഹിമോൻ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു. നമ്മളിതാ ജസ്റ്റ് ഒന്ന് ഒരു റൈഡിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അഹിമോൻ ഇപ്പം നന്നായിട്ട് സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹെൽമെറ്റാണ് കേട്ടോ. ഹെൽമെറ്റ് ഓൾറെഡി ഹെൽമെറ്റിൻ്റെ ആ ഒരു ഇത് ഇടുന്നതില്ലേ, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ റിപ്പയറിങ് ഞാൻ എവിടെയും കാണുന്നില്ല, ഹെൽമെറ്റ് റിപ്പയറിങ്. അപ്പം നല്ലതാണ്, ബാക്കി എല്ലാ ഓപ്പോഷൻസും നല്ലതാണ്. അപ്പം അതെന്തായാലും ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിട്ടിട്ടാണ് ആളുടെ റൈഡിങ് മൊത്തം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കട്ടൻ അങ്ങോട്ട് ഉണ്ടായി.